ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 kg ഒരു കിഡിലൻ ഇറച്ചി പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ്. ഈ ഒരു റെസിപ്പി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇവിടെ 250 ml ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ചു വെക്കണം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ ഈ ഒരു ബോൾസ് പിടിക്കുന്ന സമയത്ത് പൂരിക്കൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് മാത്രം മതി. അപ്പോൾ ഇത് എനിക്ക് ഏകദേശം ഒരു 20ഓളം ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ പൂരിക്കൊക്കെ ഉള്ള വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഒരു 5 എണ്ണമൊക്കെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ച് ഇതേപോലെ മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു 5 എണ്ണം വരെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങളും മെഷർമെൻറ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന മുട്ടൻ്റെ വലിപ്പത്തിനും തേങ്ങാപ്പാലിൻ്റെ അളവിലൊക്കെ മാറ്റം വരുമ്പം ചിലപ്പോൾ വെയിറ്റിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മുഴുവനും ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അളവിലുള്ള പത്തിരി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലായിട്ട് ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഭാഗം ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ മാത്രം ഇടുക. പിന്നെ ഇതേപോലെ 2 എണ്ണമൊക്കെ എടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ടിട്ടും കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള 4 സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നന്നായിട്ട് കനം കുറച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് മതി, ഒരു 1/2 പീസ് ചിക്കൻ സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ്. ഈ ഒരു ബീഫ് കുറച്ച് ബീഫ് മസാല, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ഇറച്ചി പത്തിരിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. നല്ല പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു പാലെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഷീറ്റാണ്. ഈ ഒരു ഷീറ്റ് നമുക്ക് സമൂസക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ചട്ടിപ്പത്തിരി, അതിശയപ്പത്തിരി ഇവക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ ലെയറിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മാത്രം ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ വെച്ചതിന് ശേഷം ഒരു പത്തിരി കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈവച്ചിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അടുത്ത പത്തിരി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും മസാല വെക്കാം. ഇതേപോലെ മുഴുവൻ പത്തിരി നമുക്ക് ചെയ്തെടുക്കാം. മുഴുവൻ ലെയറും വെച്ച് വിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ആ ഒരു എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്ത സമയത്ത് ക്ലിയറാണ്. ഇപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതിശയപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.